ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2 ഫൗണ്ടേഷൻ്റെ കമ്പയർനെസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒന്ന് വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ നൈക്ക സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പാക്കേജിങ് ഇതുപോലെയാണ് കേട്ടോ. രണ്ടും കാർബോ ടൈപ്പിൽ വരുന്ന പാക്കേജിങ് തന്നെയാണ്. കെ ബ്യൂട്ടിയുടെ കുറച്ച് സൈസ് തോന്നിക്കുന്ന ഒരു പാക്കേജിങ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് രണ്ടിലും 30 ml ക്വാണ്ടിറ്റി തന്നെയാണ് ഉള്ളത്, സെയിം ആണ്. പിന്നെ ഈ കെ ബ്യൂട്ടിയുടെ പ്രൈസ് വന്നിട്ട് 1200 രൂപയാണ്. അതുപോലെ തന്നെ നൈക്കയുടെ പ്രൈസ് വന്നിട്ട് 575 രൂപയാണ്. അപ്പം നൈക്കേൻ്റെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇപ്പോൾ നൈക്കയിലൊക്കെ സെയിലുള്ള ടൈമിലാണെങ്കിൽ കൂടി ഒരു കെ ബ്യൂട്ടി ഫൗണ്ടേഷനൊന്നും അങ്ങനെ ഒരുപാട് ഓഫറിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇന്നർ പാക്കേജ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ഇങ്ങനെ ഈ ഒരു വൈറ്റ് കളറിലുള്ള പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ളൊരു പാക്കേജിങ് തന്നെയാണ്. പിന്നെ ഈ കെ ബ്യൂട്ടിയുടെ ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ഡെഫിനറ്റായിട്ടും നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ. കാരണം കയ്യിൽ നിന്ന് വീണാൽ പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ മുന്നേ ഒരു കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ഈ നൈക്കയുടെ ഫൗണ്ടേഷൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലുള്ളൊരു പാക്കേജിങ് ആണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന പാക്കേജിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ബോട്ടിലിൽ വരുന്ന ഡിഫറൻസ്. പിന്നെ ഇത് രണ്ടിൻ്റെയും ഫിനിഷിങ്ങിന് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ടും ഡൂവി കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് വരുന്നത്. രണ്ടും ഡൂവി ഫൗണ്ടേഷനാണ്. നൈക്കയുടെ ഫൗണ്ടേഷനായാലും കെ ബ്യൂട്ടി ആണെങ്കിലും രണ്ടും നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന തരത്തിലുള്ള പ്രോഡക്ട്സുകളാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫൗണ്ടേഷനുകളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കവറേജിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ടും സെയിം കവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. രണ്ടും സെയിം കവറേജ്, ഒരു ലോ ടു മീഡിയം കവറേജൊക്കെ ആയിട്ടാണ് രണ്ടും വരുന്നത്. പിന്നെ ബിൽഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കവറേജ് കിട്ടും, എങ്കിലും ഫുൾ കവറേജ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ലാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ടും സെയിം ലാസ്റ്റിങ്. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, രണ്ട് ബോട്ടിലിൽ രണ്ട് ബ്രാൻഡിലാണ് ആണെങ്കിലും ഇതിൻ്റെ ഫിനിഷ് ആണെങ്കിലും ലാസ്റ്റിംഗ് ആണെങ്കിലും കവറേജ് ആണെങ്കിലും എല്ലാം സെയിം ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. ഈ ഒരു കെ ബ്യൂട്ടീൻ്റെ ഡ്യൂപ്പാണ് ഈ ഒരു നൈക്ക ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അതിൻ്റെ പ്രൈസിലും വരുന്ന വ്യത്യാസം, അത്രയും വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ രണ്ടും സെയിം ആണ് മക്കളെ, രണ്ടും സെയിം ആണ്. കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ ഇതുപോലുള്ളൊരു പമ്പ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് ഭയങ്കര ഒരു ലിക്വിഡി ആയിട്ടുള്ളൊരു ഫോർമുലയൊന്നുമല്ല ഈ ഒരു കെ ബ്യൂട്ടി ഫൗണ്ടേഷൻ്റേത്. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ക്രീമി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഇതിൽ വന്നിട്ട് അവക്കാഡോ, മാംഗോ, ബട്ടർ അതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ ആണെങ്കിലും ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ളൊരു ഫോർമുല അല്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നൈക്ക ഫൗണ്ടേഷൻ്റെ എൻ്റെ ഷെയ്ഡ് വരുന്നത് 03 വാം സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. മീഡിയം സ്കിൻ ടൂണിനൊക്കെ പറ്റിയിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, കണ്ടില്ലേ, ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും എൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ട് മാറും കേട്ടോ. പിന്നെ ഫുൾ കവറേജ് അല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷാണ്. ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലേ ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ, കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരു ഡൂവി ഫിനിഷ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അടുത്തത് കെ ബ്യൂട്ടിയുടെ ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ. കെ ബ്യൂട്ടിയുടെ ഷെയ്ഡ് വന്നിട്ട് 125Y എന്നുള്ളൊരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അതും ഒരു മീഡിയം സ്കിൻ ടോണിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് യെല്ലോ അണ്ടർ ടോണാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്.
കണ്ടില്ല, ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇത് രണ്ടും ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരു സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ബ്രഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫിംഗർ വെച്ചിട്ട് വരെ നല്ല ഈസി ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക ഫൗണ്ടേഷനിൽ ഹൈലറോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഇപ്പം നമ്മുടെ സ്കിന്നിന് ഈ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ചുളിവ് വീഴാൻ അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹൈലറോണിക് ആസിഡ് ഭയങ്കര നല്ലതാണ്. കണ്ടല്ലോ, ഒരു വിൻ്റർ ഈ ഒരു സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 2 ഫൗണ്ടേഷനുകളാണ് ഈ ഒരു നൈക്ക സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനും കെ ബ്യൂട്ടി ഫൗണ്ടേഷനും ഒക്കെ. എനിക്ക് തോന്നുന്നു കൂടുതലും വിൻ്ററിൽ തന്നെയാണ് കേട്ടോ ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ ബെറ്റർ. ഭയങ്കര സമ്മറിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പോയാൽ ഭയങ്കര ഒരു ഡൂവി ആയിട്ടുള്ളൊക്കെ ഒരു ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വിയർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒലിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും കേട്ടോ. പിന്നെ ഈ 2 പ്രൊഡക്റ്റിലും അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കൂടുതലും ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള 2 ഫൗണ്ടേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ഒക്കേഷനൊന്നും എന്തായാലും ഈ ഒരു ഫൗണ്ടേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ്, നിങ്ങൾക്ക് നല്ല കവറേജ് വേണം എന്നൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒരു 2 ഫൗണ്ടേഷനും നിങ്ങൾ വാങ്ങിക്കേ വേണ്ട. ഓക്കെ, നിങ്ങളുടെക്കിപ്പം ഒരു നല്ലൊരു നേച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷ്, നല്ലൊരു ഗ്ലോവി ആയിട്ടുള്ളൊരു ഫിനിഷാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എന്തോ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വേണ്ട എന്ന് ഉള്ളവർക്ക് ഈ 2 ഫൗണ്ടേഷനുകളും ബെറ്ററായിട്ടുള്ള ചോയ്സാണ്. പിന്നെ ഈ 2 ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോഴേക്കും എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെ ബ്രേക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്പയർനെസ് വീഡിയോ. ശരിക്കും ഇതൊരു കമ്പയർ വീഡിയോ ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും സെയിം ആണ്, ഒന്നാണ്. 2 ബോട്ടിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബോട്ടിലാണ്, 2 പ്രൈസാണ്, 2 ബ്രാൻഡാണ്. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. യൂസ് ചെയ്തപ്പോൾ സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇതോടുകൂടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താ പറയുക പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.